ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഫിഷ് ഫ്രൈ എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഒരു പിടി, കുരുമുളക് 1 ടീസ്പൂൺ, കറിവേപ്പില 3-4 തണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 1/4 കുടം വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 6 പീസ് കിങ് ഫിഷാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ അരച്ച് പേസ്റ്റാക്കി മറ്റുള്ള മസാലകളോട് കൂടി ഈ കിങ് ഫിഷിൽ തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് 1 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇടുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് അരച്ചിട്ടുള്ളത് കൊണ്ട് ഓവർ എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കുരുമുളകും ചെറിയ ഉള്ളിയൊക്കെ അരച്ച അരപ്പും കൂടി തേച്ച് നമ്മൾ അരമണിക്കൂർ ഈ കിങ് ഫിഷ് ഫ്രിഡ്ജിൽ നമ്മൾ കീപ്പ് ചെയ്യണം. അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ട് നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച്, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ ഫിഷ് കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ വച്ചിരിക്കുന്ന ഫുൾ മീനും ഒറ്റ ഇതിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് മീൻ ഇടുമ്പോൾ ഈ ഓയിൽ കളഞ്ഞിട്ട് വേണം അടുത്ത ഓയിൽ ഇടാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആ മസാലയൊക്കെ ഓയിലിലേക്ക് പോയിട്ട് അത് പിന്നെ നമ്മൾ മീൻ ഇടുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടില്ല, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ മീൻ 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിന് എടുക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഉടയാണ്ട് വേണം എടുക്കാനായിട്ട്. സാധാരണ അങ്ങനെ ഉടയൊന്നുമില്ല, അപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കാം. അത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.